ഈ ടാങ്ക് ഒരിക്കൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്ലീൻ ചെയ്യേണ്ട, വെള്ളം മാറ്റേണ്ട, കെമിക്കൽസ് വേണ്ട, ബയോളജിയും കെമിസ്ട്രിയും ഒന്നും പഠിക്കണ്ട. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ടാങ്ക്. ഇതാണ് പെർമ ടാങ്ക്. സംഭവം വളരെ സിമ്പിളാണ്. നമ്മുടെ കുളത്തിലുണ്ടാകുന്ന അതേ ഒരു ഇക്കോസിസ്റ്റം നമുക്കൊരു ടാങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം 4 ഘടകങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരുന്നാൽ മതി. ഈ സ്ക്രീനിൽ കാണുന്നതാണ് ആദ്യത്തെ 3 കാര്യങ്ങൾ: വെളിച്ചം, ചെടികൾ, പിന്നെ ബാക്കിയുള്ള ജീവജാലങ്ങൾ. 4ാമത്തെ ആൾ ചില്ലറക്കാരനല്ല. ഇനി ഇതാണ് നിങ്ങളുടെ ടാങ്കിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ: സബ്സ്ട്രേറ്റ്. ഏതൊരു സിസ്റ്റവും നിയർ പെർമനൻസിലേക്ക് പോകുന്നതിനാണ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. നിയർ പെർമനൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയ്ക്കനുസരിച്ച് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ നമ്മുടെ പെർമനൻസിലേക്ക് എത്തിച്ചേരുന്ന ഒരു സിസ്റ്റം ഡിസൈനാണ് പെർമാകൾച്ചർ. അപ്പോൾ പെർമാകൾച്ചർ നമുക്കൊരു സിസ്റ്റം ഡിസൈൻ ആയതുകൊണ്ട് നമുക്ക് എവിടെ വേണേലും അപ്ലൈ ചെയ്യാം. നമുക്ക് അതൊരു വർക്ക് ഫ്ലോയിൽ അപ്ലൈ ചെയ്യാം. നമ്മുടെ ഓഫീസിലുള്ള ഒരു വർക്ക് ഫ്ലോ ആവാം, നമ്മുടെ അക്വേറിയം ടാങ്കിലുള്ള ബയോളജിക്കൽ സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യാം, നമ്മുടെ ഫിസിക്കൽ റുട്ടീൻസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെൽഫ് റെഗുലേറ്റിംഗ് ആയിട്ടുള്ള, സസ്റ്റൈനബിൾ ആയിട്ടുള്ള, മിനിമൽ സ്മോൾ ചേഞ്ചസ് ഉള്ള പെർമാകൾച്ചർ പ്രിൻസിപ്പിൾസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഒരു പെർമ ടാങ്ക് എന്ന് പറയുന്നത്. അതായത് ഒരു നാച്ചുറൽ പ്ലാന്റഡ് ടാങ്ക്. നമുക്കത് ടാങ്ക് നമ്മുടെ പ്രിപ്പയർ ചെയ്യാം. ആദ്യം നമ്മൾ ആഡ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ചാർക്കോളാണ്. ആക്ടിവേറ്റഡ് ചാർക്കോൾ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ചാർക്കോൾ ഉണ്ടാവണമെന്നും നിർബന്ധമില്ല. ചാർക്കോൾ ഉണ്ടെങ്കിൽ നല്ലത്. നമ്മുടെ ബാക്ടീരിയയ്ക്ക്, മൈക്രോബിയൽ ഓർഗാനിസംസിനും എല്ലാവർക്കും ഒരു വീടുണ്ടാവും. നമ്മൾ ഫാമിംഗ് ആണെങ്കിലും നാച്ചുറൽ ആയിട്ട് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ കാർബൺ ആഡ് ചെയ്യാറുണ്ട്. നമ്മുടെ ഓർഗാനിക് മാറ്റർ എല്ലാം ആഡ് ചെയ്യാറുണ്ട്. നമ്മുടെ ചെടികൾക്ക് വളരാനുള്ള വളമാണ് ഏറ്റവും താഴത്തെ ഈ സബ്സ്ട്രേറ്റ് ലെയറിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഒരു 3/4 ഇഞ്ച് ഇല്ലെങ്കിൽ 1 ഇഞ്ച്, ഈ കാണുന്നത് 1 ഇഞ്ചാണ്, മുകളിലത്തെ 2 ഇഞ്ച്. 3/4 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് വരെ നമുക്ക് ബ്ലാക്ക് സോയിലോ അല്ലെങ്കിൽ നമ്മുടെ ഗാർഡൻ സോയിലോ ഇല്ലെങ്കിൽ അക്വ സോയിലോ നമുക്ക് യൂസ് ചെയ്യാം. ഗാർഡൻ സോയിലും എടുക്കാൻ പറ്റാത്തവർക്ക് ആരുണ്ട്? ആമസോൺ ഉണ്ട്. ആമസോൺ ലിങ്ക്സ് ഈ മെറ്റീരിയൽസിൻ്റെ എല്ലാത്തിൻ്റെയും താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടാങ്കിലേക്ക് ആഡ് ചെയ്യുന്ന അക്വാ സോയിൽ ഒഴികെ ബാക്കി എല്ലാ മെറ്റീരിയൽസും നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം, വാഷ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ടാങ്ക് പെട്ടെന്ന് തന്നെ ക്ലൗഡി ആവും. കുറേശ്ശെ ക്ലൗഡി ആയാലും കുഴപ്പമില്ല, അത് ക്ലിയർ ആയിക്കോളും. നമ്മൾ ഈ ടാങ്ക് സെറ്റ് ചെയ്യണ എല്ലാ സ്റ്റെപ്സും കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടാങ്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടിരിക്കും. പിന്നെ ഫുഡിൻ്റെ വേസ്റ്റും എല്ലാം റീസൈക്കിൾ ചെയ്യാൻ നമ്മുടെ ഈ സ്നെയിൽസ് ഉണ്ട്. ഇതൊരു ഫുൾ ഇക്കോ സിസ്റ്റമാണ്, നമ്മളൊന്നും ചെയ്യണ്ട. അങ്ങനെ അക്വാ സോയിൽ ന്യൂട്രീഷൻ ലെവൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ലെയർ നമ്മുടെ ഫിൽട്രേഷൻ ലെയറാണ്, സാൻഡ് ലെയറാണ്. 2 തരം സാൻഡ് ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട്. ആദ്യത്തേത് ചരലാണ്. ചരലെന്ന് പറയുന്നത് നമ്മുടെ സാൻഡാണ്. ഇത് കുറച്ച് കോഴ്സായിട്ടുള്ള സാൻഡാണ്. നമ്മൾ ഗ്രാവൽ യൂസ് ചെയ്യുന്നതിന് പകരം കുറച്ച് കോഴ്സായിട്ടുള്ള സാൻഡ് യൂസ് ചെയ്തെന്നുള്ളൂ. ഗ്രാവൽ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രാവൽ യൂസ് ചെയ്യാം. പക്ഷേ അടുത്ത ലെയർ വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് നമ്മുടെ സാൻഡ് ലെയർ. ഈ സാൻഡ് ലെയർ, താഴെയുള്ള കോഴ്സ് സാൻഡും മുകളിലുള്ള ഫൈൻ സാൻഡുമാണ് നമ്മുടെ വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ ആക്കി വെക്കുന്നത്. ഇതൊരു ബയോളജിക്കൽ ഫിൽട്രേഷൻ പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം നമ്മുടെ നാച്ചുറലായിട്ടുള്ള കുളങ്ങളിലൊന്നും ആരും ഫിൽട്രേഷൻ വെക്കുന്നില്ല, നമ്മൾ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, pH ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുന്നില്ല. ഇതെല്ലാം പ്രകൃതി തന്നെയാണ് ബാലൻസ് ചെയ്യുന്നത്. ഫുള്ളി ടെക്നോളജി എല്ലാം യൂസ് ചെയ്ത് കുറേ ഫിൽറ്റേഴ്സ് എല്ലാം വെച്ച് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, അതൊരോരുത്തരുടെ ഇഷ്ടമാണ്. ഇതാവുമ്പോൾ നമുക്ക് വേറെ കെമിക്കൽസ് ഇല്ല, നമ്മൾ പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല, നമുക്ക് വേറെ ഹാർഷ് കാര്യങ്ങളൊന്നുമില്ല. ഓർഗാനിക് ഫാമിംഗ് പോലെ തന്നെ ഇത് നാച്ചുറൽ അക്വാസ്കേപ്പിംഗ് ആണ്. ഇതിൽ നമുക്ക് വേറെ ദൂഷ്യഫലങ്ങളില്ല, നമ്മുടെ വേറെ അധ്വാനവുമില്ല, ലെസ് മെയിൻ്റെനൻസ് ആണ്. നമ്മളിടക്ക് കൂടുതലായിട്ട് വരുന്ന ചെടികൾ കട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ മെയിൻ്റെനൻസ് വരുന്നത്. ചെടികൾ ഏതും ആവാം, വെള്ളത്തിൽ വളരുന്ന ചെടികൾ വേണം. നമ്മുടെ എല്ലാ ടാങ്കുകളിലും കൂടുതൽ ചെടികൾ വേണം. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ഫിൽറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നാച്ചുറലി നമ്മുടെ ഒരു ടാങ്കിന് ലങ്സ് എന്ന് പറയുന്നത് അതിലുള്ള ചെടികളാണ്. അപ്പോൾ ചെടികൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പാടത്തുനിന്ന് എനിക്ക് കിട്ടിയ ഒരു ബ്രഹ്മി വെറൈറ്റി, പിന്നെ പെന്നിവേർട്ടുണ്ട്, പിന്നെ ഗപ്പി ഗ്രാസ് ഉണ്ട്. നമ്മൾ മലയാളികൾ ഇതൊന്നും കാശ് കൊടുത്ത് വാങ്ങിക്കണമെന്നില്ല. ഇതൊക്കെ പാടത്തും കുളങ്ങളിലും നമ്മുടെ തോടിൻ്റെ സൈഡിലും ഒക്കെ ഉണ്ട്. പക്ഷേ അതും പറഞ്ഞാൽ ആരും ആഴമുള്ള സ്ഥലത്തേക്കൊന്നും ചെന്ന് ചാടരുത്. ഇതെല്ലാം പൊതുവേ അധികം ആഴമില്ലാത്ത സ്ഥലങ്ങളിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് സേഫായിട്ട് എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് നിന്ന് ലോക്കലി ഹാർവെസ്റ്റ് ചെയ്യാം. മുഴുവൻ എടുത്തിട്ട് പോരരുത്, കുറച്ച് അവിടെ വെച്ചേക്കണം, മിച്ചം എടുക്കണം. അപ്പോൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കാമല്ലോ. നമ്മൾ പ്ലാന്റ്സ് സബ്സ്ട്രേറ്റിലേക്ക് മുഴുവനായിട്ട് ഇറങ്ങണമെന്നില്ല, എന്നാലും വെള്ളം ഒഴിക്കുമ്പോൾ പൊങ്ങിപ്പോരാത്ത രീതിയിൽ താഴ്ത്തി വെച്ചാൽ മതി. വേറൊന്നുമില്ല, നമ്മുടെ സബ്സ്ട്രേറ്റ് അധികം ഡിസ്റ്റർബ് ആവരുത്. സബ്സ്ട്രേറ്റ് ഡിസ്റ്റർബ് ആയാലും ചില സബ്സ്ട്രേറ്റുകൾ ഡിസ്റ്റർബ് ആവാതിരുന്നാൽ പോലും ലീച്ച് ചെയ്യും, വെള്ളത്തിൽ നിന്ന് കുറേ ന്യൂട്രീഷൻസ് വരും.
അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം, വെള്ളത്തിൻ്റെ കളർ മാറും, അത് ഒബ്സർവ് ചെയ്യണം. കളർ ചേഞ്ചസ് വരാൻ നേരത്ത് പാനിക് ആവരുത്. പാനിക് മോഡിൽ പോയിട്ട് ഒന്നും ചെയ്യരുത്. നമ്മൾ പ്ലാന്റിങ് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ സബ്സ്ട്രേറ്റ് ഒരിക്കലും ഡിസ്റ്റർബ് ആവരുത്. സാധാരണ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഇലയാണ്. നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കവറുകളോ എന്തെങ്കിലും യൂസ് ചെയ്യാം. വെള്ളം നമ്മൾ ഡിസ്റ്റർബ് ആവാതെ പതുക്കെ സ്ലോയിൽ ഒഴിക്കുക. അതെ, നിങ്ങൾ ഇത്രയും സ്ലോയിൽ ഒഴിക്കണമെന്നില്ല. ഞാൻ ആ വെള്ളത്തിൻ്റെ സൗണ്ട് കിട്ടാൻ വേണ്ടിയും ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയും, വെള്ളത്തിൻ്റെ സൗണ്ട്സ് എപ്പോഴും നമുക്ക് റിലാക്സിങ്ങും സൂത്തിങ്ങും ആണല്ലോ, അത് കിട്ടാൻ വേണ്ടി ചെയ്തതെന്നേ ഉള്ളൂ. കുറച്ചും കൂടി സ്പീഡിലേക്ക് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ സബ്സ്ട്രേറ്റ് സോക്കായി. ഇനി നമ്മൾ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇനി വെള്ളം പൊങ്ങുമ്പോഴാണ് നമുക്കറിയാൻ പറ്റുന്നത് എന്തോരം ക്ലൗഡി ആകും എന്നുള്ളത്. നമുക്ക് ഇതിൽ ഏത് വെള്ളം വേണമെങ്കിലും യൂസ് ചെയ്യാം. ക്ലോറിൻ വെള്ളമാണെങ്കിൽ നമ്മൾ കുറച്ച് പിടിച്ച് വെച്ചിട്ട് അതിൽ ക്ലോറിനെല്ലാം പോയി കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് കിണറ്റിലെ വെള്ളമാണെങ്കിലും ബോർവെൽ വെള്ളമാണെങ്കിലും ഏത് വെള്ളമാണെങ്കിലും നോ പ്രോബ്ലം. നമ്മുടെ ചെടികൾക്ക് മസ്റ്റായിട്ട് വേണ്ട വേറൊരു കാര്യം ലൈറ്റാണ്. അപ്പോൾ ലൈറ്റ് ഒരു ഓവർഹെഡ് അക്വേറിയം ലൈറ്റ്, സാധാരണ നമുക്ക് ആമസോണിൽ നിന്ന് കിട്ടുന്ന ലൈറ്റ് ആയാലും പുറത്താണ് വെക്കുന്നതെങ്കിലും ഒരു കുഴപ്പമില്ല. പുറത്താണ് വെക്കുന്നതെങ്കിൽ നമുക്ക് സൺലൈറ്റ് വന്നിട്ട് ആൽഗെ വരുമെന്ന് വിചാരിക്കുകയൊന്നും വേണ്ട. നമുക്ക് സ്നെയിൽസ് ഉള്ളതുകൊണ്ട് ആൽഗെ പ്രോബ്ലംസ് വളരെയധികം കുറവാണ്. ഒന്ന് സൈക്കിൾ ചെയ്ത് വരുന്നവരെ ഈ പ്രോബ്ലംസ് എല്ലാം കാണും. ഇതെല്ലാവരും നമ്മൾ പ്രോബ്ലംസ് ആയിട്ട് കാണുന്നതാണ്. പക്ഷേ ഇതെല്ലാം ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ്. നമ്മൾ വെയിറ്റ് ചെയ്യുക, നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുക, ഒബ്സർവ് ചെയ്യുക, ഓരോ ദിവസവും അതിനെ നോക്കുക, അതിനനുസരിച്ച് നമുക്ക് മാറ്റാം. ചെറിയൊരു ക്ലൗഡിനെസ് നമ്മുടെ സാൻഡിൻ്റെ ഉണ്ടാവും. അക്വാസോയിൽ നമ്മൾ വാഷ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ സാൻഡും ബാക്കിയുള്ള എല്ലാ മെറ്റീരിയൽസും നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ടാങ്കിൽ സെറ്റ് ചെയ്യാൻ കേട്ടോ. ടാങ്ക് സെറ്റായി. ഇനി മീനിനെ എപ്പോൾ ഇടാമെന്നല്ലേ? മീനിന് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഇടാം. കാര്യമായിട്ട് പറഞ്ഞാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ സൈക്ലിങ് തുടങ്ങാനുള്ള ഓൾറെഡി ബാക്ടീരിയൽ ലോഡ് നമ്മുടെ അക്വാട്ടിക് പ്ലാന്റ്സിലുണ്ട്. അതുകൊണ്ട് വളരെ മിനിമലായിട്ട് ഫീഡ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഫിഷിനെ ഇടാം. പക്ഷേ അത്രയും നമ്മൾ ഫിഷിനെ സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് സ്നെയിൽസ് ഉണ്ട്. ഓവറായിട്ട് ഫീഡ് ചെയ്താലും സ്നെയിൽസ് പോപ്പുലേഷൻ കൂടും. അവർ സൈക്കിൾ ചെയ്ത് നമ്മുടെ ടാങ്ക് നമുക്ക് വേണ്ടി സെറ്റാക്കി തരും. ഈ കോങ്കോറോ കണ്ടിട്ട് ഒരു ആഫ്രിക്കയുടെ മാപ്പിൻ്റെ ഷേപ്പോ ഒരു കുരങ്ങൻ്റെ സ്കള്ളായിട്ടോ ഒക്കെ തോന്നിയോ? എനിവേ, ഇതൊരു കുഞ്ഞൻ ടാങ്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ ഇനി ഇവിടം വരെ കണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത 3 കാര്യങ്ങൾ പറയാം. ഓവറായിട്ട് ഫിഷിനെ ഫീഡ് ചെയ്യരുത്, വാട്ടർ ചേഞ്ച് ചെയ്യരുത്, വാട്ടർ ടോപ്പപ്പ് മാത്രമേ ചെയ്യാവൂ, പിന്നെ സബ്സ്ട്രേറ്റ് ഇളക്കരുത്. ഇത്രയും കാര്യങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നല്ലതാണ്. ഇനി നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ ദിവസവും വരിക, ടാങ്ക് ഒന്ന് നോക്കുക, എന്താണ് അതിലെ മാറ്റങ്ങളെന്ന് മനസ്സിലാക്കുക. ഒബ്സർവ് ആൻഡ് ഇൻറ്ററാക്ട് പെർമകൾച്ചറിലെ ഫസ്റ്റ് പ്രിൻസിപ്പിളാണ്. അത് ജീവിതത്തിലും നമുക്ക് വളരെയധികം ഉപകാരപ്രദമായൊരു കാര്യമാണ്. ഒരു പെർമനൻറ്റ് ടാങ്ക്, പെർമ ടാങ്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എല്ലാ ദിവസവും വരിക, ടാങ്ക് നോക്കുക, ചെടികളോടൊരു ഹായ് പറയുക, പോവുക, വേറെ ഒന്നും ചെയ്യണ്ട. മീനുകളും ചെടികളും സ്നെയിലും അങ്ങനെ മണ്ണിലെ ബാക്ടീരിയയും എല്ലാവരും കൂടി സന്തോഷത്തോടുകൂടി ആ ടാങ്ക് നിങ്ങൾക്ക് വേണ്ടി സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കും ഇനി ജീവിതകാലം മുഴുവനും, ഇല്ലെങ്കിൽ സബ്സ്ട്രേറ്റിലെ വളം തീരുന്നത് വരെ. അപ്പോൾ കണ്ടതിന് നന്ദി. താങ്ക് യു.